ആദ്യമായിട്ടാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാനായിട്ട് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനലിലെ ആദ്യത്തെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എവിഡൻസ് വർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും ഓൺലൈൻ വഴി എങ്ങനെ പൈസ സമ്പാദിക്കാം എന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ അവർ ഒരിക്കലും നമുക്ക് നേരായ രീതിക്കുള്ള പൈസ ഉണ്ടാക്കാനല്ല അവർ നോക്കുന്നത്. അവർ മറ്റുള്ളവരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന, ഓൺലൈനിലൂടെ പണം തട്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് മാറ്ററിലേക്ക് വരാം. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ടെലഗ്രാം യൂസ് ചെയ്യുന്നവർ, നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന നേരത്ത് സിനിമയ്ക്കോ പാട്ടിനോ, ഇപ്പോൾ ടെലഗ്രാമിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന നേരത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാകും, കാർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു സംഗതി. അതിൻ്റെ കുറേ ലിങ്ക്സ് വരാറുണ്ട്. നമുക്ക് വില കൂടിയിട്ടുള്ള ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ്. ക്യാമറ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺസ് ഒക്കെ നമുക്ക് വളരെ ചെറിയ വിലയ്ക്ക്, അതായത് അതിൻ്റെ റിയൽ പ്രൈസിങ്ങിനേക്കാൾ വളരെ താഴെ നമുക്ക് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അവർ പരസ്യം പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ചാനലായിട്ട് അല്ലെങ്കിൽ കുറേ പോസ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം വളരെ വിലക്കുറവിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളികളായി നമ്മളായിരിക്കും നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും കൊള്ളാമല്ലോ സംഭവം, ചെക്ക് ചെയ്യണം. അപ്പോൾ അവർ ഭയങ്കര കാര്യമായിട്ട് നമ്മുടെ അടുത്ത് ചാറ്റ് ചെയ്യും. നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ പറയും, ഓക്കെ നിങ്ങൾക്ക് ആമസോണിൽ ഡെലിവറി വരുന്ന, അല്ലെങ്കിൽ ഈ രീതിയിൽ ഡെലിവറി വരുന്നൊക്കെ പറയും. ഇത്ര രൂപ നിങ്ങൾ പേ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സംഭവം ചെയ്യാമെന്നും പറഞ്ഞിട്ട് അയച്ചു കൊടുക്കും. പിന്നാമ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കില്ല, ഡയറക്റ്റ് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പുറകെ പോയി പൈസ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ എങ്ങനെ അവർ വഞ്ചിക്കപ്പെടുന്നുള്ള കാര്യമല്ല ഞാൻ ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് കണ്ടിട്ട് റിപ്ലൈ ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട്. അവരുടെ അടുത്ത് റിപ്ലൈ ചെയ്യണം, എന്താണ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ് നിങ്ങൾ പറയുന്നത്, അപ്പോൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയൊരു സാമ്പിൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിലായിട്ട് പറയാം. അവരതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ ഈ പ്രൈസ് ഇത്ര പ്രൈസ് ആയിരിക്കും വരിക. നിങ്ങൾ ആദ്യം ചിലപ്പോൾ അഡ്വാൻസ് ഒരു പകുതി പൈസ അടച്ചാൽ മതി എന്നൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് പറയാം. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പേയ്മെൻറ്റിൻ്റെ കേസ് അവർ പറയും. അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ഇത് എങ്ങനെ അയച്ചു തരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനുശേഷം കൊറിയർ ചെയ്യും. ആ കൊറിയർ ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അവർ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയക്കാം എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇത്രയും കേട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആലോചനയും സംസാരമൊന്നുമില്ല. ഓക്കെ, നല്ല ബ്രാൻഡിൻ്റെ ഒരു നല്ല പ്രൊഡക്റ്റാണ്, അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടുന്നു. ഓക്കെ, നമ്മൾ ഇത്രയും കേട്ട് കഴിയുമ്പോഴത്തേക്കും വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് എത്ര പൈസ അഡ്വാൻസ് പറഞ്ഞ പൈസ എത്ര, 3000 4000 എത്രയാണെന്ന് വെച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അയച്ചു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി അവർക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറയുന്നു. പിന്നെ നിങ്ങളടുത്ത് ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴാണ് ഇതിൻ്റെ ഈ കൊറിയർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ അത് എന്നാണ് എത്തുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പിന്നെ ചോദിക്കേണ്ടത്. അപ്പോൾ അത് ചോദിച്ച് കഴിയുമ്പോൾ അവർ പറയും, ഓക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അയക്കാം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത് വരെ എല്ലാം പക്ക നീറ്റായിരിക്കും. അയച്ചു കൊടുത്തതിന് ശേഷം വരുന്ന കാര്യങ്ങളാണെന്ന് നോക്കാനുള്ളത്. ഇപ്പം ഞാനിത് വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ വഴിയില്ല. കാരണം എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എപ്പോഴെങ്കിലും ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പൈസ അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്യണം. പിന്നെ നമുക്ക് അവരായിട്ട് യാതൊരു രീതിയിലും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു രീതിക്ക് അവരെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നോക്കുമ്പോൾ എന്താ നിസ്സാര തുക, ഈ മനസ്സിലുള്ള ആഗ്രഹത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. കുറഞ്ഞ ചിലവിൽ വലിയ വിലയുള്ള ഗാഡ്ജറ്റ്സ് നമുക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോഹന വാഗ്ദാനം നൽകിയിട്ടാണ് നമ്മളെ പറ്റിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നും രണ്ടും പേർക്കല്ല, ധാരാളം ആളുകൾ, അതായത് കേരളത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ പലയിടത്തു നിന്നും റിപ്പോർട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, എന്തുകൊണ്ട് ഞാനിത് വെറുതെ പറയുന്നതല്ല, നമുക്കിതിന് ആധികാരികമായിട്ടുള്ള ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിസ്സഹായമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം എൻ്റെ കൂട്ടുകാരന് അവൻ്റെ റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അവൻ അതിന് ശേഷം പല രീതിയിൽ നോക്കി അവൻ കഷ്ടപ്പെട്ട്, നമ്മൾ എന്താ പറയുക, പൈസ നമുക്ക് വെറുതെ കിട്ടുന്നില്ല, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ അതിനുവേണ്ടി കുറേ കഷ്ടപ്പെട്ട് ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടന്നില്ല. അങ്ങനെ ടെലഗ്രാമിൽ അവൻ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഇതിനെ എതിരായിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവന് മെസ്സേജ് അയക്കുകയും ആ ഗ്രൂപ്പിലേക്ക് എന്താ പറയുക ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ വന്ന ലിസ്റ്റിലുള്ള ആൾക്കാർ കേരളത്തിലുള്ളവർ മാത്രമല്ല,
തമിഴ്നാട് അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിൽ വന്നിട്ടുണ്ട്. പലരും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു. ഈ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി പരിശോധിക്കാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ തട്ടിപ്പിൽ ഏറെയായിട്ടുള്ള ആളുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡോക്ടർമാർ വരെ ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ഉന്നതരായിട്ടുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പല നിറം പിടിപ്പിച്ച കഥകളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇവർ ആദ്യം നമ്മുടെ മുന്നിൽ അപ്പിയർ ആവുക. അപ്പോൾ അതിൽ വിശ്വസിച്ച് നമ്മളിതിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടുകയുള്ളൂ. ഇങ്ങനെയൊരു സംഭവം കാർഡിങ് എന്ന് പറഞ്ഞു വരുന്ന സംഭവത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും നിങ്ങൾക്കത് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഫാമിലിയിൽ എല്ലാവരുടെ അടുത്ത് ഈ കാര്യം ഒന്ന് പറയുക. ഇങ്ങനെ ഒരു സംഭവത്തിൽ അകപ്പെട്ട് പോകരുത്. കാരണം പലരും പുറത്ത് പറയുന്നില്ല. ആരും തന്നെ പറയുന്നില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. നമുക്ക് അഭിമാന പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ അതിനകത്ത് നമുക്ക് തൊട്ട അയൽവക്കത്തുള്ളവന് കിട്ടിയാൽ പോലും അതിൽ വലിയ വിഷമമൊന്നുമില്ല. അവന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നാണ് നമ്മളൊരു ചിന്താഗതി. ഇത് അങ്ങനെയല്ല. നമ്മൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ എത്തിക്കണം. ഈ തട്ടിപ്പ് നമ്മുടെ കേരളത്തിൽ വിജയിച്ചു പോകാനായിട്ട് നമുക്ക് ഒരു രീതിയിലും അവസരം കൊടുക്കരുത്. ഇവിടെ ബ്ലൂ വെയിലും മോമോയും വന്നിട്ട് ചമ്മിപ്പോയതാണ്. പക്ഷേ ഇവിടെയൊക്കെ എന്താ പറയുക, ഇത്ര സാക്ഷരതയുള്ള ഈ കേരളത്തിൽ ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഓൾറെഡി ഇപ്പോൾ ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പോലും മറ്റ് പലതരത്തിലും ധാരാളം തട്ടിപ്പുകൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളിത് കാണുന്നവരുണ്ട് എങ്കിൽ ഇതിന് കണ്ടതിന് ശേഷം ഒരിക്കലും അങ്ങനെ ഒരു അപകടം പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് ഈ കാര്യം ഒന്ന് പറഞ്ഞേക്കാം. ഈ കാർഡിങ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ട്രാപ്പ് നമുക്ക് ടെലഗ്രാമിലുണ്ട്. അപ്പോൾ ഇത് 1-2 പേരെന്നായിരിക്കില്ല, ഒരുപാട് പേരാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത്രയും വലിയൊരു തുകയായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിനൊരു ഇരയാവരുത്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇനിയും ഞങ്ങൾ ഇടാൻ ശ്രമിക്കുന്നതാണ്.